ഇന്നലെ ദുരന്ത സമയം മുഴുവൻ ഇംതിയാസ് അവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് 20 മിനിറ്റിനകം തന്നെ ഫയർഫോഴ്സ് എഞ്ചിൻ സ്ഥലത്തെത്തി. പക്ഷേ എന്ത് ചെയ്യും? ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലും വെള്ളം ഉള്ളിലേക്ക് അടിച്ചു കയറ്റാൻ കഴിയാത്ത രീതിയിൽ പാളികളൊക്കെ വെച്ച് അടച്ചിട്ടുള്ള ഒരു സ്ഥാപനം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന് നമുക്കറിയില്ല, കാരണം അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടും പഠിച്ചിട്ടില്ല. ഇന്നലെ മുഴുവൻ കണ്ടതിൽ നിന്ന് ഇംതിയാസ് മനസ്സിലാക്കുന്നത് എത്ര വലിയ നിയമലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇതിങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. നടന്നു പോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും കണ്ണടച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ ദുരന്തം. ദിവിഷ്മണി മാർഷൽ, തീർച്ചയായിട്ടും ആ രീതിയിൽ വലിയ നിയമലംഘനങ്ങൾ ഉള്ളതുകൊണ്ടും കൃത്യമായ പരിശോധനകൾ നടക്കാത്തത് കൊണ്ടുമാണ് വീണ്ടും ഒരു തീപിടുത്തത്തിലേക്കും അത് കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ തീപിടുത്തത്തിലേക്കുമൊക്കെ പോകാനുണ്ടായ ഒരു കാരണമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം നേരത്തെ ഷഹീദും ഒക്കെ സൂചിപ്പിച്ചിരുന്നു, തകര ഷീറ്റുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പരസ്യ ബോർഡുകൾ അനേകം സ്ഥാപിച്ച ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ നിയന്ത്രണത്തിലുള്ള ഒരു ഇത്രയും വലിയ കെട്ടിടത്തിൽ അത്തരത്തിൽ പരസ്യ ബോർഡുകളും തകര ഷീറ്റുകളും കൊണ്ട് മറക്കുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവുകയുമില്ല. നേരത്തെ 2018-ലും 2021-ലും മിഠായി തെരുവിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായിരുന്നു. നമ്മളത് ആ സമയത്തും അതൊരു വലിയ വാർത്തയാവുന്ന ഘട്ടത്തിൽ അതിനെതിരെ ആ സമയത്ത് ഒരു പ്രാഥമിക പരിശോധനയും കാര്യങ്ങളും നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് അവിടെ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ശാശ്വതമായൊരു പരിഹാരം അവിടെ കണ്ടിട്ടില്ല. വീണ്ടും മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തം ഉണ്ടാവുന്നു. ഇങ്ങനെ നിരന്തരമായി തീപിടുത്തം ഉണ്ടാവുമ്പോൾ അതായത് ആളുകൾ മരിക്കാത്തൊരു സാഹചര്യം മാത്രമേ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ. ആളുകൾക്കൊന്നും പറ്റാത്ത സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കോടാനുകോടിയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഓരോ തീപിടുത്തത്തിലും ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ കോർപ്പറേഷൻ അധികൃതരോ മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളോ ഇതിലൊരു സ്വീകരിച്ചിരുന്നെങ്കിൽ, കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, തീപിടുത്തത്തിലേക്കൊന്നും ഒരു പക്ഷേ ഇത് പോകുമായിരുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതുമാണ്. ഇവിടെ ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന തീപിടുത്തങ്ങളെ കുറിച്ച് വലിയ നഷ്ടം തന്നെയാണ്. നമ്മളെ കണക്കൂട്ടലിനപ്പുറമാണ് വന്നിട്ടുള്ള നഷ്ടം. മൈറ്റായിട്ടെടുക്കാം, കണക്കൂട്ടലിനപ്പുറമാണ് വന്നിട്ടുള്ള നഷ്ടം. അപ്പോൾ നമ്മളതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്, എത്ര നാശനഷ്ടമുണ്ട് എന്നുള്ളത്. വളരെയധികം ആക്സസ് ഉള്ള ഒരു പ്രദേശമാണല്ലോ ഇവിടെ. ഈ തീപിടുത്തം ഉണ്ടായത്, മിഠായിത്തരമൊക്കെ തീപിടുത്തം ഉണ്ടായപ്പോൾ കെടുത്താൻ കുറേ പ്രയാസപ്പെട്ടു. ഇവിടേക്ക് കുറേ സമയം എടുത്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ക്രാഷ് ലാൻഡർ പോലത്തെ സംവിധാനം ഏർപ്പെട്ടിട്ടുള്ള ആ സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ കോഴിക്കോട് നഗരത്തിലും ഏർപ്പെടുത്തണം. അപ്പം ബീച്ചിൽ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു യൂണിറ്റ് ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുന്നത്. കോഴിക്കോട് നഗരത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അധികൃതർ ചെയ്യണം. 6 മണിക്കൂറിലധികം നീണ്ടു നിന്ന് ഈ തീക്കത്ത് ഇത്രയും ആക്സസ്, ഇത്രയും പ്രദേശം, ഇത്രയും ഫ്രീ ആയിട്ട് കിടക്കുന്ന പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് നമുക്ക് അങ്ങനെ കഞ്ചസ്റ്റനൊന്നുമില്ല. ഇത്രയും കഞ്ചഷൻ ഇല്ലാത്തൊരു പ്രദേശത്ത് തീക്കത്തി ഞായറാഴ്ച ദിവസമാണ്, വലിയ തിരക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ എളുപ്പത്തിൽ കെടുത്തും എന്നാണ് നമ്മളും പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സംവിധാനത്തിൻ്റെ ശക്തിക്കുറവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ക്യാഷ് ലാൻഡർ സംവിധാനം കോഴിക്കോട് സിറ്റിയിൽ വേണം, അത് ഏർപ്പെടുത്തും. 2021-ലൊക്കെ മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മെഡിക്കൽ കോളേജിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഒരു മുൻകരുതൽ ഇവർ സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? കാരണം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കുക എന്നുള്ളത്. മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. മിഠായി തെരുവ് തീപിടുത്തത്തോടുകൂടി നമ്മളതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവിടെ മുൻകരുതൽ നടത്തണം, ആവശ്യമായ കരുതൽ വേണമെന്നൊക്കെ. അതൊന്നും ഇപ്പോൾ എല്ലാവരും അങ്ങനെ പാലിച്ചോളണമെന്നില്ലല്ലോ. അവിടെയാണ് എന്താണ് ഫോൾട്ട് വന്നിട്ടുള്ളത്, വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലേ, അതൊന്നും പരിശോധിക്കാനായിട്ടില്ല. അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ അധികൃതർ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയുള്ള ശ്രമം സംഘടനാ നിലയിൽ നടത്തും.